ട്രംപ് ബോർഡ് ഓഫ് പീസ് ഇനി ഔദ്യോഗിക അന്താരാഷ്ട്ര സംഘടന. ദാവോസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചാർട്ടർ അവതരിപ്പിച്ചു. അംഗത്വമെടുത്തവർ $1 ബില്യൺ ധനസഹായം നൽകണമെന്ന് ട്രംപ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ബദലായാണ് ട്രംപിന്റെ പുതിയ നീക്കമെന്നതാണ് ഉയരുന്ന ആശങ്ക. Congratulations, President Trump. The charter is now in full force and the Board of Peace is now an official international organization. പാകിസ്ഥാൻ, അസർബൈജാൻ, UAE, ഹംഗറി, ഇസ്രയേൽ തുടങ്ങി 20-ലധികം രാജ്യങ്ങൾ സമിതിയിൽ അംഗങ്ങളായി. സ്ഥിരം അംഗങ്ങളാകുന്നവർ $1 ബില്യൺ സംഭാവന നൽകണമെന്ന് ട്രംപ് അഭ്യർത്ഥിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിട്ടുനിന്നു. നിലവിൽ സമിതിയിൽ അംഗമാകില്ലെന്ന് ബ്രിട്ടൻ അറിയിച്ചു. സമിതിയിൽ അംഗമാകുന്നതിൽ ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുക, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുക, ഗസയുടെ പുനർനിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് കരാർ ലക്ഷ്യമിടുന്നതെന്ന് തുടക്കത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ആഗോള സംഘർഷം പരിഹരിക്കുകയാണ് സമിതിയുടെ ലക്ഷ്യമെന്ന് ട്രംപ് അറിയിക്കുകയായിരുന്നു. ചാർട്ടറിൽ ഒരിടത്തും ഗസ പരാമർശമില്ല എന്നതും എതിർപ്പിനിടയാക്കി. പലസ്തീൻ ജനതയെ സഹായിക്കാൻ $1 ബില്യൺ നൽകാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചു. ബോർഡ് ഓഫ് പീസിൽ അംഗമാകുന്നതിന് ഇന്ത്യയെയും ട്രംപ് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ബദലായാണ് ട്രംപിന്റെ പുതിയ നീക്കമെന്നതാണ് ഉയരുന്ന ആശങ്ക. ആണവരാഷ്ട്രങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന പതിവ് പല്ലവി ട്രംപ് ദാവോസിലും ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.